അടിവയറിൽ ഒരു കരസ്പർശം പതിഞ്ഞതും അവൾ ഞെട്ടിപ്പിടഞ്ഞ് തിരിഞ്ഞു നോക്കി. അത്രയെടുത്ത് നിരഞ്ജൻ ആദ്യമായിട്ടായിരുന്നു. അവൾ പകച്ചുപോയി. അവൻ്റെ കരവലയത്തിൽ നിന്നുകൊണ്ട് തന്നെ അവൾ അവനെ മെല്ലെ പിന്നോട്ട് തള്ളി മാറ്റി. ഓഹോ, എൻ്റെ പ്രിയ കുട്ടിക്ക് ഉശിര് കൂടിയല്ലോ. എന്നാൽ ഞാനൊന്ന് നോക്കട്ടെ ആര് ജയിക്കുമെന്ന്. അവൻ തൻ്റെ മുറിയിലെ വെള്ളത്തുള്ളികൾ മുഴുവനും അവളുടെ മുഖത്തേക്ക് കുടഞ്ഞുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു. ഏട്ടാ വിട്, ചെറിയച്ഛൻ കരടി വരും. അവൾ അടക്കി പറഞ്ഞു. വരട്ടെ, അതിനെന്താ? അവൻ അത് പറഞ്ഞപ്പോൾ അവൾ ചുണ്ടു കൂർപ്പിച്ച് അവനെ നോക്കി. അവൻ അവളുടെ മുഖത്തേക്ക് കുടഞ്ഞ വെള്ളത്തുള്ളികൾ തൻ്റെ കൈകൊണ്ട് തുടച്ചു മാറ്റി. പ്രിയമോളെ, ഇത് ചെറിയച്ഛൻ. അവൾ വേഗം വാതിൽക്കലേക്ക് ചെന്നു. മോളെ, ഭക്ഷണം കഴിക്കാം. വരൂ ചെറിയച്ഛ. ഞാനൊന്ന് കുളിക്കട്ടെ, എന്നിട്ടിപ്പോൾ വരാം കേട്ടോ. ശരി മോളെ. ഏട്ടാ, ഞാൻ പെട്ടെന്ന് കുളിച്ച് വരാം കേട്ടോ. അവൾ മാറുവാനുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ട് കുളിക്കുവാനായി പോയി. നിരഞ്ജൻ ചെറിയച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. മോനെ, സൗകര്യങ്ങളൊക്കെ തീരെ കുറവാണ് കേട്ടോ. അയാൾ ഒരു കസേര എടുത്ത് അവൻ്റെ അടുത്തേക്ക് കൊണ്ടു ചെന്നു. അതൊന്നും സാരമില്ല ചെറിയച്ഛ. പിന്നെ ഇവിടെ സഹായത്തിന് ആരെങ്കിലും ഉണ്ടോ? എങ്ങനെയാണ് ചെറിയമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്? ഇവിടെ അടുത്തുള്ളൊരു സ്ത്രീ വരും മോനെ. കാലത്തെ വന്നിട്ട് വൈകിട്ട് 5 മണിയാകുമ്പോൾ പോകുള്ളൂ. മോന് വിശക്കുന്നുണ്ടാവുമല്ലേ? പ്രിയമോൾ ഇപ്പോൾ വരും. ഏയ്, വിശപ്പില്ലെന്നേ. പ്രിയ വരട്ടെ, എന്നിട്ട് നമ്മൾക്ക് കഴിക്കാം. ചെറിയച്ഛൻ വെറുതെ ടെൻഷൻ ആവണ്ട. രണ്ടാളും സംസാരിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ പ്രിയ കുളി കഴിഞ്ഞിറങ്ങി വന്നു. മോളെ, ഭക്ഷണമൊക്കെ എടുത്തു വെക്കൂ. ഒരുപാടൊന്നുമില്ല കേട്ടോ. എന്താ ചെറിയച്ചേ പറയുന്നത്? ഞാൻ അത്ര കന്യാണോ? അങ്ങനെയല്ല മോളെ, സച്ചുമോൻ ഇവിടെ തവണ വന്നിട്ടുള്ളല്ലോ. അതൊന്നും സാരമില്ല. സാഹചര്യം എല്ലാവർക്കും അറിയാമല്ലോ ചെറിയച്ഛ. അതിന് മറുപടിയായി പറഞ്ഞുകൊണ്ട് പ്രിയ അടുക്കളയിലേക്ക് പോയി. സാമ്പാറും അവിയലും അടമാങ്ങച്ചാറും മേക്കുവരട്ടിയും കൊണ്ടാട്ടവും ഒക്കെ ഉണ്ടായിരുന്നു വിഭവങ്ങൾ. ആഹാ, ഇതാണോ ചെറിയച്ഛൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞത്? ദേ നോക്കിയേ, എന്തെല്ലാം കറികൾ ഉണ്ടെന്ന്. പ്രിയ ഓരോന്നായി നിരത്തി. സച്ചവും ചെറിയച്ഛനും ഒരുമിച്ചിരുന്നാണ് ആഹാരം കഴിച്ചത്. പ്രിയയെ കുറെ നിർബന്ധിച്ചു എങ്കിലും അവൾ പിന്നീട് കഴിച്ചോളാം എന്ന് പറഞ്ഞു. അവർ രണ്ടാളും കഴിച്ചു കഴിഞ്ഞ് പ്രിയ മീരയുടെ റൂമിലേക്ക് ചെന്നു. അവർക്ക് ആവശ്യമുള്ളതെല്ലാം അവൾക്ക് എടുത്തു കൊടുത്തു. മീരയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി വന്നു. ചെറിയമ്മ, എന്തു പറ്റി? എന്തിനാണ് ചെറിയമ്മ ഇങ്ങനെ കരയുന്നത്? അവൾ അവരുടെ അടുത്തേക്ക് ഇരുന്ന്. ഒന്നുമില്ല മോളെ, ഞാൻ വെറുതെ. അവർ മിഴികൾ തുടച്ചു. ചെറിയമ്മക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് പറയൂ. നിന്നെ വേദനിപ്പിച്ചതിനെല്ലാം ദൈവം എനിക്ക് തന്ന ശിക്ഷയാണ് മോളെ ഇതെല്ലാം. നീ ഒരുപാട് കണ്ണുനീർ കുടിച്ചില്ലേ ഇവിടെ കിടന്ന്? അതിൻ്റെ എല്ലാം പാപത്തിൻ്റെ ഫലമാണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത്. നീ എന്നോട് ക്ഷമിക്കണം മോളെ. അത് പറഞ്ഞപ്പോൾ മീരയുടെ കണ്ണുനീർ ധാരധാര ഒഴുകി. അതൊന്നും സാരമില്ല ചെറിയമ്മേ. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ എന്തിനാണ് പറയുന്നത്? ഞാനതൊന്നും മനസ്സിൽ പോലും ഓർത്തു വെച്ചിട്ടില്ല. ചെറിയമ്മ സങ്കടപ്പെടേണ്ട. പിന്നെ ആരോരും ഇല്ലാത്ത എനിക്ക് അഭയം തന്നത് അല്ലേ ചെറിയമ്മ? അതൊക്കെ വലിയ കാര്യം തന്നെയാണ്. ഒഴുകി വന്ന് അവരുടെ മേന്ന് തുറച്ചുകൊണ്ട് അവൾ പറഞ്ഞു. നീ എന്നെ ശപിക്കരുത് മോളെ. എന്നെ വെറുക്കരുത്. ദയവ് ചെയ്ത് ചെറിയമ്മ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. എനിക്കത് വിഷമമാവും. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട എന്നെ ഇത്രയും നാളും നോക്കുവാനുള്ള മനസ്സ് ചെറിയമ്മ കാണിച്ചില്ലേ? അതുമാത്രം മതി പ്രിയക്ക്. ചെറിയമ്മ സങ്കടപ്പെടേണ്ട. വയ്യായകൾ ഒക്കെ പെട്ടെന്ന് മാറും. പ്രിയ കുറേ സമയം ഇരുന്നവരെ ആശ്വസിപ്പിച്ചു. എന്നിട്ടാണ് അവൾ മുറിയിലേക്ക് ചെന്നത്. നിരഞ്ജൻ ഫോണിൽ എന്തൊക്കെ നോക്കി കിടക്കുകയാണ്. ഏട്ടാ, കാത്തിരുന്ന് മുഷിഞ്ഞോ? അവൻ്റെ കിടക്കലരികിലായി ചെന്നുകൊണ്ട് അവൾ ചോദിച്ചു. താൻ കഴിച്ചോ? അത് പിന്നെ ഏട്ടാ, എനിക്ക് വിശപ്പില്ല. അതുകൊണ്ട് ദേ പ്രിയ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. താൻ വാ, കഴിച്ചിട്ട് കിടന്നാൽ മതി. ഏട്ടാ, സത്യമായിട്ടും എനിക്ക് വിശപ്പില്ല. ചെറിയമ്മ അങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്കെന്തോ വല്ലാത്തൊരു നൊമ്പരം. മനസ്സിനാകെ ഒരു പിടച്ചിൽ. അതിന് മാത്രം ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇപ്പോൾ താൻ വരൂ. അല്പം അധികാരത്തോടു കൂടി നിരഞ്ജൻ കയ്യിൽ പിടിച്ചുകൊണ്ട് വാതിൽക്കലേക്ക് നടന്നു. ചെറിയച്ഛനും കിടന്നു ഒരു പ്ലേറ്റ് എടുത്തു വെച്ച് നിരഞ്ജൻ അല്പം ചോറും കറികളും പ്രിയക്ക് വിളമ്പിക്കൊടുത്തു. കഴിക്ക്. വെറുതെ പട്ടിണി കിടക്കേണ്ട. ആകൻ കോലക്കെട്ടു പോയി എൻ്റെ പ്രിയക്കുട്ടി. അവനത് പറഞ്ഞപ്പോൾ പ്രിയയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. താൻ സ്വപ്നം കാണുകയാണോ എന്നവൾ ഓർത്തു. പ്രിയ, കഴിക്ക് പെണ്ണെ, വേഗം, എനിക്ക് ഉറക്കം വരുന്നു. അവൾ പെട്ടെന്ന് കഴിച്ചു തീർത്തു. അത് കണ്ടുകൊണ്ട് ചിരിയാലെ അവൻ ഇരുന്നു. പ്ലേറ്റ് കഴുകി വെച്ചിട്ട് പ്രിയ നിരഞ്ജൻ്റെ ഒപ്പം റൂമിലേക്ക് കയറിപ്പോയി. റൂമിൽ ചെന്ന് അവൾ കസേരയിലിരുന്നു. ഓർമ്മകൾ പിന്നിലേക്ക് സഞ്ചരിക്കുകയാണ്. പ്രിയ, എന്തോ താൻ കിടക്കുന്നില്ലേ? എങ്കിൽ വന്ന് കിടക്കൂ. അവളെ എവിടെ കിടക്കണം എന്നറിയാതെ നിൽക്കുകയാണ്. കാരണം എല്ലാ ദിവസവും അവൾ ബെഡിലും നിരഞ്ജൻ സെറ്റിലുമാണ് കിടന്നത്. അവൾ ആലോചിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അവന് കാര്യം മനസ്സിലായി. എങ്കിലും അവൻ അനങ്ങാതെ കിടന്നു. ഏട്ടാ. കുറച്ച് നിമിഷത്തിന് ശേഷം അവൾ മെല്ലെ വിളിച്ചു. എന്താ പ്രിയ? അവൻ മെല്ലെ തല ഉയർത്തി. അത് പിന്നെ ഏട്ടാ,
ഞാൻ ഇന്ന് എൻ്റെ റൂമിലൊന്ന് കിടന്നോട്ടെ. ഏട്ടൻ ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവളുടെ ആ നീക്കം അവൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരുമിച്ച് കിടക്ക പങ്കിടാം എന്ന് കരുതിയായിരുന്നു അവൻ കിടന്നത്. ഏട്ടാ, ഞാൻ ഇങ്ങനെ ചോദിച്ചാൽ ബുദ്ധിമുട്ടായോ? അവനിൽ നിന്ന് മറുപടി കിട്ടാഞ്ഞപ്പോൾ പ്രിയക്ക് വിഷമമായി. ഇല്ലടോ, താൻ പോയി കിടന്നോ. ഒരുപാട് നാളുകൾക്ക് ശേഷം താൻ വന്നതല്ലേ, ഞാൻ ഇവിടെ കിടന്നോളാം. നോ പ്രോബ്ലം. അതും പറഞ്ഞ് കൊണ്ട് അവൻ കിടന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഡോർ അടയുന്ന ശബ്ദം കേട്ടു. പ്രിയ വെളിയിലേക്ക് പോയി എന്നവന് മനസ്സിലായി. യാത്രാക്ഷീണം കാരണം നിരഞ്ജനം വേഗത്തിൽ ഉറക്കത്തേക്ക് വഴുതി വീണു. പ്രിയ തൻ്റെ മുറിയിലായിരുന്നപ്പോൾ അവളുടെ ചെറിയ കട്ടിൽ അവൾ ഇരിക്കുകയാണ്. ഒരുപാട് ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുകയാണ് അവിടെ. തൻ്റെ സങ്കടങ്ങൾ മുഴുവനും ഒരു തുലാമയായി പെയ്തിറങ്ങിയത് ഇവിടെയാണല്ലോ എന്നവൾ ഓർത്തു. ഒരു കൗമാരക്കാരുടെ സ്വപ്നങ്ങൾ. തൻ്റെ നൊമ്പരങ്ങൾ പങ്കുവെക്കാനും തന്നെ ചേർത്ത് പിടിക്കാനും ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് താൻ മോഹിച്ചിരുന്നു. മീരച്ചെറിയമ്മയുടെ പ്രഹരങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴൊക്കെ താനും ഓർക്കും, എവിടെയെങ്കിലും ഒരാളെ ഈശ്വരൻ തനിക്ക് വേണ്ടി കണ്ടുവച്ചിട്ടുണ്ടാവുമെന്ന്. ആ ആൾ വരും തന്നെ ഇവിടെ നിന്ന് രക്ഷിക്കുവാൻ. ജീവിതത്തിൽ ഒരിക്കൽ പോലും നിരഞ്ജനെ പോലെ ഒരു യുവാവിനെ താൻ ആഗ്രഹിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. തനിക്കായി ഗുരുവായൂരപ്പൻ കരുതി വെച്ചത് ഈ രാജകുമാരനെ ആണല്ലോ എന്നറിഞ്ഞത് ഭഗവാന്റെ കിഴക്കേ നടയിൽ വെച്ചായിരുന്നു. ഏതൊരു പെണ്ണും മോഹിക്കുന്നതിനും ആശിക്കുന്നതിനും അപ്പുറമായിരുന്നു ഭഗവാൻ എനിക്ക് നൽകിയ പ്രസാദം. ഏട്ടനെ കണ്ട നിമിഷം അവൾ ഒന്നുകൂടെ ഓർത്തുപോയി. കസവുമുണ്ടൊക്കെ എടുത്തു നെറ്റിൽ കളപക്കുറി അണിഞ്ഞു അലക്ഷ്യമായി മുടി മാടി ഒതുക്കി. ഓർത്തതും അവളുടെ ചുണ്ടിൽ ഒരു നനുത്ത പുഞ്ചിരി വിരിഞ്ഞു. പക്ഷേ നീലിമയെ കണ്ടതോർത്തപ്പോൾ ആ കുട്ടിയുടെ അവസ്ഥ തന്നെ പോലെ മറ്റൊരുവൾ ജന്മനാൽ ആയിരുന്നു താൻ അനാഥയായതെങ്കിൽ നീലിമയ്ക്കും സംഭവിച്ചത് അതിലും വലിയ ദുരന്തമായിരുന്നു. എന്തിനാണ് ആ പാവത്തിന് ഇങ്ങനൊരു ജന്മം കൊടുത്തത്? അവളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം ആപ്പാടെ തകർത്തു കളഞ്ഞില്ലേ? എന്ത് തെറ്റാണ് ആ കുട്ടി ചെയ്തത്? ഒരു നിമിഷം മാത്രം മതിയായിരുന്നു. ആരെങ്കിലും എവിടെ നിന്നും എങ്കിലും ഒന്നെത്തിയിരുന്നു എങ്കിൽ അവൾക്ക് ഈ ഗതി വരില്ലായിരുന്നു. അവളുടെ ശിവയുമായിട്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞേനെ. ആകെക്കൂടി അവൾക്ക് ഇപ്പോൾ അവളുടെ സച്ചുവേട്ടൻ മാത്രമുള്ളൂ. അവളുടെ മനസ്സ് നിറയെ ഏട്ടൻ്റെ മുഖമുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് താൻ അമ്മയോടും ഏട്ടനോടും ഒക്കെ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഏട്ടൻ്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ. തന്നിലേക്ക് അടുക്കും തോറും ആ കണ്ണിൽ വിരിയുന്ന ഭാവങ്ങൾ വായിച്ചെടുക്കുമ്പോൾ എവിടൊക്കെയോ താനും ഒരു നിമിഷം എല്ലാം മറന്നു പോകുന്നു. പ്രിയ ഓരോന്നോർത്ത് കട്ടിലിൻ്റെ ക്രാസിൽ ചാരിയിരിക്കുകയാണ്. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും അവൾ ഒന്ന് ഞെട്ടി. നോക്കിയപ്പോൾ നിരഞ്ജൻ. എന്താ ഏട്ടാ? അവൾ വെപ്രാളത്തോടെ എഴുന്നേറ്റു. ഏയ് ഒന്നുമില്ലടാ. അവൻ റൂമിൽ കയറി. എന്നിട്ട് വാതിൽ ലോക്ക് ചെയ്തു. ഇത്രയും ദിവസം താൻ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നല്ലോ. ഒരുമിച്ച് കിടന്നില്ലെങ്കിലും പോലും ഒരു മുറിയിൽ. ഇടക്ക് കണ്ണു തുറക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കാണാതെ ഞാൻ ഞെട്ടിപ്പോയി. അതാണ്. അവൻ അവളെയും പിടിച്ച ചെറിയ കട്ടിലിലേക്ക് അമർന്നിരുന്നു. ഏട്ടാ, ഈ മുറിയിൽ തീരെ സൗകര്യമില്ല. വരൂ, നമുക്ക് അപ്പുറത്തെ റൂമിൽ പോകാം. പ്രിയ എഴുന്നേറ്റതും നിരഞ്ജൻ അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു. അതൊന്നും വേണ്ട പ്രിയ, നമ്മൾക്കിവിടെ കൂടാം. എൻ്റെ പ്രിയക്കുട്ടി കഴിഞ്ഞ മുറിയല്ലേത്? ഇന്ന് ഇവിടെ മതി. നമ്മൾക്ക് രണ്ടാക്കുമുള്ള സ്പേസ് ഉണ്ടെന്നേ. അഥവാ ഇല്ലെങ്കിൽ പോലും ദാ ഇവിടേക്ക് കിടക്കാം. ഒരു നിലത്തേക്ക് തറയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ വീണ്ടും അവളെ തന്നോട് ചേർത്ത് പിടിച്ചിരുത്തി. എന്നിട്ട് മുറിയിലൂടെ ഒന്ന് കണ്ണോടിച്ചു. അവന് ഒരുപാട് സങ്കടം ഉള്ളിൽ ഉണ്ടായിരുന്നു എങ്കിലും എല്ലാം ഉള്ളിലൊതുക്കിയത് മാത്രം. ഈ 4 ചുവരുകൾക്കും കാണാപ്പുറം അറിയാം അല്ലേ എൻ്റെ പ്രിയ കുട്ടിയെ? നിന്റെ സങ്കടവും പരിഭവവും പരാതിയും സന്തോഷമൊക്കെ പങ്കുവെച്ചത് ഇവിടെയല്ലേ നീ? അത് കേട്ടതും അവൾ ഒന്ന് ചിരിച്ചു. നിരഞ്ജൻ തൻ്റെ കൈകൾ എടുത്ത് അവളുടെ കൈയിലേക്ക് ചേർത്ത് കൂട്ടിപ്പിണഞ്ഞു. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ പ്രിയ ഒന്ന് ഞെട്ടി. അവൾ കൈവലിക്കുവാൻ നോക്കിയപ്പോൾ പിടുത്തം വീണ്ടും മുറുകി. എന്നോട് മൽപ്പിടുത്തത്തിന് വരുവാ? ആരാ ജയിക്കുന്നെന്ന് കാണണോ എൻ്റെ കുട്ടിക്ക്? അവളുടെ കാതരം അവൻ മൊയിഞ്ഞുകൊണ്ട് ഒന്ന് തഴുകിയപ്പോൾ പ്രിയ അടിമുടി ഒന്ന് പുളഞ്ഞു പോയി.